ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ പൂട്ടൊക്കെ കഴിഞ്ഞ് 10 ദിവസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഓണാവധി കഴിഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ തിങ്കളാഴ്ച തന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേനി. പക്ഷേ ചെറിയൊരു മടിയേനി കേട്ടോ. മടി പറഞ്ഞാൽ 10 ദിവസം എണീക്കാനിപ്പോൾ നേരത്തെ എണീക്കും, എന്നാലും നേരത്തെ തന്നെ നമുക്ക് അടുക്കളയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ആക്കം പോലെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ വന്നാൽ മതി. ഇതിപ്പോൾ ഇനി 10 ദിവസം കഴിഞ്ഞില്ലേ, 10 ദിവസം കുറച്ച് നല്ലൊരു സമാധാനം ഉണ്ട് ഇനി. കാരണം പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമില്ല പണികളൊന്നും. ഇനി അങ്ങോട്ട് എല്ലാം 7:30 ആകുമ്പോഴത്തിന് നമ്മളെ പതിവ് പോലെ തന്നെ 7:30 ആകുമ്പോഴത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. സ്കൂൾക്ക് പോകാനും ട്യൂഷൻ പോകാനും ഒക്കെ ഉള്ളതുകൊണ്ട് 7:30 ആകുമ്പോഴത്തിന് തന്നെ എല്ലാം ആവണം. ഇനി മുതൽ 2 അടുപ്പ് കത്തിച്ച് തുടങ്ങണം. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനൊക്കെ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ കൊടുത്തു വിടുമ്പോഴേക്ക് നല്ലൊരു ഉപ്പേരിയും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് ദോശയാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ അപ്പച്ചട്ടിയും ഇപ്പുറത്തെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് അപ്പച്ചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയൊക്കെ ഒന്ന് ചുട്ട് തുടങ്ങാം. അപ്പോൾ അതാ അരച്ച് വെച്ചിട്ടുണ്ടേനി കേട്ടോ തലേന്ന് തന്നെ. നല്ലോണം പൊന്തിയും വന്നിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇങ്ങോട്ട് ആയിട്ടില്ല. ചിലപ്പം ചില സമയത്ത് പുറത്തേക്ക് അങ്ങനെ പൊന്തി ഒലിച്ച് പോകലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ ആയിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. തലേന്ന് തന്നെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കില്ല. തലേന്ന് ഉപ്പിട്ട് കൊടുത്താൽ പുളിപ്പ് കൂടിപ്പോകും. അപ്പോൾ ഞാൻ ചൂടുന്ന സമയത്താണ് ഉപ്പിട്ട് കൊടുക്കൽ. കുട്ടികൾക്കും തന്നെ 10 ദിവസം ലീവ് കഴിഞ്ഞ് ഓണം വെക്കേഷൻ ലീവൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ സ്കൂൾക്ക് പോകാനും ഭയങ്കര മടിയിക്കണം കേട്ടോ. പോണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും മദ്രസ്ക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. വന്നാലും ഒരു മടിയക്കാരം, കുളിച്ചാനും ഒരുങ്ങാനും എല്ലാത്തിനും ഒരു മടിയക്കാരം. പിന്നെ പറഞ്ഞങ്ങണ്ട് ഒരുങ്ങണം. ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെയാണ് അല്ലേ. ഇന്നിപ്പം മഴക്കൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. പുഴയിലൊക്കെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ദോശയൊക്കെ റെഡിയാക്കണതിൻ്റെ ഇടയിലേ അതിക്കുള്ള കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ചട്ടിനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചെറിയുള്ളിയും പിന്നെ 2 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് അരക്കാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ചട്ടിനിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ അതാ ദോശ ചുട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ലാസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുടിക്കാനുള്ള വെള്ളമൊക്കെ മുക്കി അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടിനി ഇനി എൻ്റെ ഫിയക്ക് ചിലപ്പം ഒരു ഇതാണ് കേട്ടോ. ചട്ടിനിയാണോ ചോദിച്ചു വരും. ഒക്കെ കൂടുതൽ ഇഷ്ടം മറ്റേ നമ്മളെ തക്കാളിയും സവോളയൊക്കെ വഴറ്റിങ്ങാണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, അതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ദോശയ്ക്ക് അങ്ങനെയാണ്. മറ്റേ ചട്ടിനി പിന്നെ അപ്പത്തേക്കൊക്കെ കഴിക്കൂട്ടോ. നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അരച്ചുകാണ്ട് ചൂടുമല്ലോ, അപ്പം എന്നൊക്കെ പറയും. ആ അപ്പത്തേക്കാണെങ്കിൽ ചട്ടിനിയൊക്കെ കൂട്ടും. അങ്ങനെ അത് റെഡിയായി. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനിയോ നല്ലൊരു നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടാനാകുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാം കേട്ടോ. എന്താണ് തേങ്ങ ചതക്കേ ഒന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചെയ്യും. അപ്പോൾ കടുക് പൊട്ടിച്ചു കൊടുത്തു, കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ അതാ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അത് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തു കേട്ടോ, ഉരുളക്കിഴങ്ങും. പിന്നെ അതേപോലെ ഇതിക്കിനി നമ്മളെ വെണ്ടക്കല്ലേ, വെണ്ടക്കയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിങ്ങാണ്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. വെണ്ടക്ക നമ്മൾ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണ്ട. അതേപോലെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടെടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെയാണ് കേട്ടോ വെണ്ടക്ക ഇട്ട് കൊടുക്കുക. വെണ്ടക്കക്ക് ഒരു കൊഴുപ്പാണല്ലോ, അപ്പോൾ അത് ഒരു പകുതി വേവായിട്ടാണ് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കൊഴുന്നായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ഉരുളൻകിഴങ്ങ് ഒരു പകുതി വേവായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വെന്തിട്ടില്ല, ചെറിയൊരു വേവേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നല്ലോണം ഇളക്കരുത് കേട്ടോ, ഇങ്ങനെ കുടഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ ഇട്ട് ഇളക്കണം. പിന്നെ ചെറിയ തീയിൽ, നല്ല തീ കൂടും ചെയ്യരുത്. ചെറിയ തീയിൽ ഇങ്ങനെ കുറച്ച് തീയൊക്കെ കുറച്ചുങ്ങാണ്ട് അങ്ങനെ വെക്കണം. ആ കണലിൽ കിടന്നിങ്ങനെ വേവണം, നല്ല മുരിഞ്ഞ് കിട്ടും വേണം. ഉരുളക്കിഴങ്ങേറ്റ് ഉണ്ടാക്കണത് എന്താണെങ്കിലും അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കാറല്ലേ. ഇവിടുത്തെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് പൊരിച്ചു കൊടുക്കണതും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തേക്കാണെങ്കിലും ചോറുക്കാണെങ്കിലും ഒക്കെ ഓല് കഴിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ തീക്കുക സവോള ഞാൻ ചെറുതായി ഒരു അരമുറി സവോളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ചെറുതായി ഒന്ന് പൊടിയായി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. പിന്നെ ഒരിത്തിരി കുരുമുളകും പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കുരുമുളകും പൊടി ചിലർക്ക് എരു വല്ലാതെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ അത്യാവശ്യം എരുള്ള കുരുമുളകും പൊടി തന്നെയാണ്, നമ്മളവിടെ ഉണ്ടായതാണ് കേട്ടോ. അങ്ങനെ അത് ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ല ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ കിടന്നൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വെണ്ടയ്ക്ക് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാനത് പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടുള്ള ഉപ്പേരി അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് എപ്പോഴും കഴിക്കണത് നല്ലതല്ല കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഉരുളക്കിഴങ്ങ് എപ്പോഴും കഴിക്കണത് നല്ലതുമല്ല. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത് അതും നല്ല കാര്യമല്ല. ഈ ഇടയ്ക്കൊക്കെ അതുപോലെ വെറൈറ്റി ആക്കിങ്ങാണ്ടേ ഉണ്ടാക്കി കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ പാത്രത്തിൽ വെച്ചെടുത്തു. പിന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ചെടുത്തു. സവോളയും അതേപോലെ ഉപ്പും പച്ചമുളകല്ല കുരുമുളകാണ് കേട്ടോ അതിന് മുട്ടയിൽ ചേർത്തിട്ടുള്ളത്. അതൊക്കെ വെച്ചങ്ങാണ്ട് നമ്മളെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒരുവിധം തീർന്നു കേട്ടോ. രാവിലത്തത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് തുടങ്ങണം. അപ്പോൾ സ്കൂളൊക്കെ കുട്ടികളൊക്കെ പോയി. ഇനിയിപ്പോൾ അതാ ഓല് പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചത്. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് ചായയൊക്കെ കുടിക്കാൻ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.